പ്രധാന കർമ്മത്തിലേക്ക് കടക്കാം. വിജയന് പട്ടും വളയും നൽകി ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ഇന്ദ്രൻസിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് സ്വീകരിക്കാൻ പ്രിയപ്പെട്ട വിജയനെയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ പി വേണുഗോപാലൻ സാർ, ശ്രീ പി രാജേന്ദ്രൻ നായർ, ആദരണീയരായ ഗുരുനാഥൻ പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ, ആദരണീയനായ തോന്നയ്ക്കൽ പീതാംബരൻ ആശാൻ, ശ്രീ ഇഞ്ചക്കോട് രാമചന്ദ്രൻ പിള്ള സാർ, ശ്രീമതി സുമ ഇടവിളാകം, ശ്രീ കെ വേണുഗോപാലൻ നായർ സാർ, ശ്രീ തോന്നയ്ക്കൽ രവി, കെ സുകുമാരൻ നായർ സാർ, ആദരണീയനായ എന്നെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള ശ്രീ മാർഗി വിജയകുമാർ സാർ, സദസ്സിൽ എന്നെ എൻ്റെ ഗുരുനാരന്മാരോട് ചേർന്ന് നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ, എന്നെ ഇന്ദ്രൻസാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ, കൂട്ടുകാർ, എല്ലാവരോടും ഞാൻ ഈ സന്തോഷം അറിയിക്കുന്നു. വിജയകുമാർ സാറിനെ ആദരിക്കാൻ കിട്ടിയ അവസരം എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. കഥകളി എന്നും വലിയ അതിശയത്തോടെ കാണുന്ന ആളാണ് ഞാൻ. കഥകളി വേഷം, കഥകളി നടന്മാർ ഒക്കെ അതിലെനിക്ക് അടുത്തൊരുപാട് നേരം കാണാനും തൊട്ടടുത്ത നാട്ടുകാരെന്നൊക്കെ അറിഞ്ഞ് അഭിമാനിക്കാനും തോന്നിയിട്ടുള്ള ഒരാളാണ് വിജയകുമാർ സാർ. അത് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ അവസരം, അതിനുള്ള സന്തോഷവും സ്നേഹവും ഞാൻ ഈ വിജയ് പവ അതിൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് ഞാൻ വേണുഗോപാൽ സാറിനോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് കഥകളിയെക്കുറിച്ചൊന്നും അടിസ്ഥാനപരമായിട്ട് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് കഥകളി അത്രത്തോളം അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കൊരിക്കലും അടുക്കാൻ പറ്റാത്ത ഒരു വാലികേറ മലയാണ് എന്ന് വെച്ച് കഥകളിയെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞുകൂടാന്ന് കരുതണ്ട. ഞാൻ വളരെ ചെറുതിലെ തന്നെ ദേവേന്ദ്രനുമായിട്ടൊന്ന് കൊരുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ വീടിനടുത്തൊക്കെ കഥകളി പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നൊരു കുഞ്ചുവീട്ടി കോവിലുണ്ട്. അവിടെ കഥകളിക്ക് പ്രത്യേകം തിട്ട ചാണകം ഒഴുക്കി ഒരുക്കി ഇട്ടിട്ടുണ്ട്. സ്ഥിരം കഥകളിയാണ് പ്രധാനം. അപ്പം അവിടുത്തെ ഉത്സവം ഞാൻ വിടാറില്ല. കാരണം എനിക്ക് കൂടുതൽ കപ്പലണ്ടി കച്ചവടം നടക്കുന്നത് അവിടെയാണ്. കഥകളിയിലന്ന് സാധാരണ 1 കിലോ കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ചാൽ പുഷ്പം പോലെ തീരും. ഇനി തീർന്നില്ലെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചിലവാകും. ഉറക്കം തൂങ്ങുന്നതനുസരിച്ച് ഞാൻ പരതി നോക്കും. അങ്ങനെ കപ്പലണ്ടിപ്പാട്ട് ഒഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ചെന്നിരുന്ന് കഥകളി കാണുന്നത്. ഒരിക്കലും കഥകളി എനിക്ക് മുഴുവനും കാണാൻ പറ്റിയിട്ടില്ല.
എങ്ങനെയായാലും ഉറങ്ങിപ്പോവും. ഒരു വെളുപ്പാങ്കാലം ആകുമ്പോഴാണ് കഥകളി കൊണ്ട് കൊഴുക്കുന്നതെന്ന് അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ ഞാൻ കൊഴുത്തങ്ങ് ഉറങ്ങിപ്പോവും. ഒരിക്കലും എന്തോ നിവാദ കവച കാലകേയ വധം എന്നൊക്കെ പറയുന്ന ഒരു കഥകളിയാണ്. അപ്പോഴിങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് കഥകളി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നെങ്കിലും എൻ്റെ കണ്ണടഞ്ഞു പോയി. എപ്പോഴോ വെളുപ്പാങ്കാലത്ത് അമ്മേരെ വിളി കേട്ട്, എടാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ച് ഞാൻ ചാടി എഴുന്നേറ്റ് ഭയങ്കരമായ ഒരു കുഴപ്പം പിടിച്ച അവസ്ഥയിലായിപ്പോയി. എന്നെ ആരോ വലിച്ചോണ്ടൊരു പോക്കങ്ങ് പോയി കുറേ ദൂരം. ഞാൻ തെറിച്ച് വീണങ്ങ് പോയപ്പോഴത്തേക്ക് ഞങ്ങളിരുന്ന പ്രദേശമൊക്കെ ശൂന്യമായി. ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ദേവേന്ദ്രൻ്റെ പാവാടയുടെ അടിയിൽ കുടുങ്ങിപ്പോയതാ. ചാടി എഴുന്നേറ്റപ്പം പാവാടയുടെ അടിയിലായിപ്പോയി. ദേവേന്ദ്രൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആരെയോ കൊല്ലാൻ ഓടിയതാ. അപ്പോൾ അമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വാ മക്കൾ, പേടിക്കണ്ട, നീ ദേവേന്ദ്രൻ അങ്ങോട്ട് നോക്ക്, ആരെയോ കൊല്ലാൻ പോവുക, കവച കാലക്കേനെ ആരെയൊക്കെ കൊല്ലാൻ പോകുന്നതാണ്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയായി. എൻ്റെ കഥകളി കാണുമ്പോഴും എൻ്റെ നോട്ടം ഈ പാവയുടെ അടിയില്ല. കാരണം നമ്മൾ കാണുന്ന മധുരമൊന്നുമല്ല, എൻ്റെ ചെവി ഇവിടെയൊക്കെ നീറാൻ തുടങ്ങി, ഒക്കെ അങ്ങ് മാന്തിയതുപോലെ ആയിപ്പോയി. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അപ്പോൾ എപ്പോൾ കഥകളി ഉണ്ടാലും ഞാൻ ഒളിഞ്ഞു നോക്കും, അടിയിലെന്താ പിടിപ്പിച്ചിരിക്കണമെന്ന് അറിയാൻ വയ്യ. എന്നാൽ ആൾ ഈസിയായിട്ട് നിന്ന് കളിക്കുന്നുമുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളെ കലാമണ്ഡലം കേശവൻ ആശാനൊക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ടായിരുന്നു, രാജസേൻ സാറിൻ്റെ കഥാനായകൻ. അതിൽ ആശാൻ അഭിനയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ ജയറാം ഉൾപ്പെടെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നൊരു സമയത്ത് പറഞ്ഞു, ആശാനും ഈ രാജസേനൊക്കെ കഥകളിയുടെ പ്രിയമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ കൂടി നമുക്കെന്നാ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് കളിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മുടെ ആശാനും ഗോപി ആശാനും കോട്ടയ്ക്കൽ ശിവരാമ ആശാനൊക്കെ കൂടെ വന്നിട്ട് രുക്മിണി ഈശ്വരം അങ്ങനെ എന്തോ ഒരു പാഞ്ചാലി ശബ്ദം ഏതോ ഒരു കുറച്ച് മാത്രം നീളമുള്ള ഒരു കഥകളിയായിരുന്നു. അന്ന് എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആശാൻ ഉടുത്തൊരുങ്ങിയ സമയത്ത് ഞാൻ ചെന്ന് ആശാൻ അടിയിൽ പിടിപ്പിക്കുന്നത് എന്താണെന്നൊക്കെ പിടിച്ചു നോക്കിയപ്പോഴാണ് എൻ്റെ പുറമേ ഉള്ള നീറ്റൽ മാറിയത്. അതിങ്ങനെ പശയൊക്കെ ചേർത്ത് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ഒരു വസ്ത്രമാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കഥകളിക്കാരോട് കൂടുതൽ ബഹുമാനം തോന്നിയത്. ഒരിക്കലും അടുക്കാൻ പറ്റത്തില്ല എന്നെ പോലൊരാളിന്. കാരണം അത്രയും ശക്തമായിട്ട് എത്രയോ മണിക്കൂർ ഇങ്ങനെ ഒരേപോലെ നിന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എങ്ങനെയോ സാറിൻ്റെയൊക്കെ ഒരു സഹായം കൊണ്ട് എങ്ങനെയോ ക്യാമറയുടെ മുമ്പിലും സ്റ്റേജിലുമൊക്കെ നിന്ന് പോയതാണ്. നമ്മളെ അവരങ്ങനെ മാറ്റിയെടുത്തോളും, എപ്പോഴും സംവിധായകൻ അങ്ങനെ മാറ്റി നമ്മളെ എടുത്തോളും. പക്ഷേ കഥകളിക്ക് അതുപോരല്ലോ, അങ്ങനെ ഒരേപോലെ നിന്ന് ഇത്രയും കൃത്യമായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കല, അത് നമുക്ക് വളരെ ഭാഗ്യമാണ്. അത് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. അതിലൂടെ വിജയകുമാർ സാറിനെ പോലുള്ള കലാകാരന്മാർ നമ്മളെ എന്നും വിസ്മയിപ്പിക്കട്ടെ. നാട് അവരെയൊക്കെ ആദരിക്കണം, അവരെ നിലനിർത്തണം. വിജയകുമാർ സാറിന് എല്ലാ ആരോഗ്യം നേർന്നുകൊള്ളുന്നു. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാവട്ടെ. എല്ലാ നാട്ടുകാർക്കും അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് കൂടെ ഈ ഗുരുനാഥന്മാരുള്ള വേദിയിൽ ഇടം തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിച്ചാൽ